പറഞ്ഞോട്ടെ സാർ, പറഞ്ഞോട്ടെ സാർ. അപ്പോ അദ്ദേഹത്തെ വ്യക്തിപരമായി ആ നിലയ്ക്ക് പരിഗണിക്കരുത്. അവർ അവരുടെ പാർട്ടിയുടെ നിലപാടാണ് പറയുന്നത്. ഞങ്ങളുടെ പാർട്ടിക്കാർ കട്ട, വ്യക്തിപരമായി ഞങ്ങളുടെ പാർട്ടിക്കാർ കട്ട. അതിന് ചർച്ചയ്ക്ക് ശരി, വാസുവും പത്മകുമാർ ഇപ്പൊ പാർട്ടിയിലുണ്ടോ ഇല്ലയോ? പാർട്ടിയിലുണ്ടോ ഇല്ലയോ? ഇതൊരു മര്യാദയല്ല. ഒറ്റ ചോദ്യം, വാസുവും പത്മകുമാറും പാർട്ടിയിലുണ്ടോ ഇല്ലയോ? അനിൽകുമാർ, വാസുവും പത്മകുമാറും പാർട്ടിയിലുണ്ടോ ഇല്ലയോ? സോണിയാഗാന്ധിയുടെ കയ്യെ നോക്കിയാൽ സോണിയാഗാന്ധിയുടെ കയ്യിലുണ്ട്. വാസുവും പത്മകുമാറും സോണിയാഗാന്ധിയുടെ കയ്യിലുണ്ട്. ഇല്ലയോ? സോണിയാഗാന്ധിയുടെ കയ്യിലുണ്ട്. ഇത് ശരിയല്ല. അത് ശരിയല്ല. ബാബു അനുവദിച്ചു തരില്ല. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചപ്പോൾ അദ്ദേഹം സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ അവസരമാണ്, സംസാരിക്കാൻ അനുവദിക്കണം. ശ്രീ ആർ വി ബാബു തുടരൂ. ഞാൻ ജാള്യതയില്ല എന്ന് പറയുന്നു എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ? ഇപ്പോൾ SITയുടെ അന്വേഷണത്തെയും SITയെയും ഇവർ പറയുന്നത് എന്താണ്? SIT അത് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നു, ഹൈക്കോടതിയുടെ മോണിറ്ററിംഗിലാണ്. അപ്പോൾ SIT വളരെ കൃത്യമാണല്ലോ. അതാണല്ലോ അനിൽകുമാറിന്റെ അടക്കം വാദം. ഞാൻ ഈ പറയുന്നത് അനിൽകുമാറിന് തർക്കമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അതേ SIT കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്യപ്പെട്ടത് 2 സഖാക്കളാണ്. അവരോടുള്ള CPMന്റെ സമീപനം എന്താണ്? അവരെ CPM എന്ത് രാഷ്ട്രീയ നടപടിക്കാണ്, പാർട്ടി നടപടിക്കാണ് വിധേയമാക്കിയിട്ടുള്ളത്? ഇന്നും പത്മകുമാറിനെ പാർട്ടിക്കകത്ത് സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടിരിക്കുകയല്ലേ CPM? അതിന് CPM മറുപടി പറയേണ്ടത് എങ്ങനെയാണെങ്കിൽ SITയെ കുറിച്ച് പൂർണ്ണമായ വിശ്വാസവും കേരള ഹൈക്കോടതിയുടെ മോണിറ്ററിംഗിലുമാണ് അന്വേഷണം എന്ന്, ഞങ്ങൾ അതുകൊണ്ട് പൂർണ്ണമായും SITയുടെ കൂടെയാണ് എന്ന് പറയുകയും അതേ SIT ചാർജ് ഷീറ്റ് കൊടുത്ത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്ത പത്മകുമാറിനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഈ 2 വഞ്ചിയിൽ കാൽവെപ്പുള്ള നിൽപ്പ് CPM. അതുകൊണ്ടാണ് ഞാൻ അനിൽകുമാറെ ജാള്യത വേണം എന്ന് പറഞ്ഞത്. ഞാൻ വെറുതെ ഒരാളെയും വ്യക്തിപരമായി കുറ്റപ്പെടുത്തുന്ന ഒരാളല്ല. അനിൽകുമാർ, ഞാനും ഒരുപാട് ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ. ഒരു വ്യക്തിയെയും ഞാൻ അധിക്ഷേപിക്കാറില്ല, ചർച്ചയിൽ വ്യക്തിപരമായി ആരെയും കുറ്റപ്പെടുത്താറുമില്ല. ഞാൻ പറയുന്നത് ആ ജാള്യത എന്ന് പറയുന്നത് ഈ ഒരു വസ്തുതാപരമായ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോ ഇതൊരു കാര്യം, അതിന് അനിൽകുമാർ മറുപടി പറയണം. ഇത് രണ്ടാമത്തെ കാര്യം. ഇപ്പോ എനിക്ക് കൊടകര കുഴൽപ്പണ കേസും അറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരാളല്ല. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം, കേന്ദ്ര അന്വേഷണ ഏജൻസി വേണം എന്ന് CPM പല സന്ദർഭങ്ങളിലും ഈ പറയുന്ന 2014 ശേഷം പോലും കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ ഒക്കെ അടക്കം കേന്ദ്ര അന്വേഷണ ഏജൻസി വേണം എന്ന് പറഞ്ഞത് അവരെ കുറിച്ച് വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? പല കേസിലും പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ അതിന് തെളിവടക്കം പറയാലോ. എനിക്കൊന്ന് സെർച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിനു മുമ്പുള്ള ചർച്ചയിലും കണ്ടെത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോ കേന്ദ്ര അന്വേഷണ ഏജൻസിയെ കുറിച്ച് നമ്മൾ പറയുന്നത് കേരളത്തിലെ പോലീസ് കഴിവുകെട്ടവരാണെന്നുള്ളത് കൊണ്ടല്ല, അവർക്ക് ചില പരിമിതികളുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കേരളത്തിലെ പോലീസ് കഴിവുള്ളവരുണ്ട്, പക്ഷേ അവർക്ക് അന്വേഷണത്തിന്റെ പരിമിതിയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ കേസ് അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ള മാന്ദ്യം, അതായത് മെല്ലെപ്പോക്ക്, അത് സർക്കാരിന്റെ പ്രഷർ കൊണ്ടാണ് എന്ന ആരോപണം ഞങ്ങൾ ആവർത്തിക്കുന്നു. ഇതിന് അപ്പുറത്തേക്ക്, അതായത് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് അപ്പുറത്തേക്ക് ഈ അന്വേഷണം പോകേണ്ടതുണ്ട്. രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട്. ആ അന്വേഷണം നടത്താൻ ഇപ്പോൾ നിലവിലുള്ള SITക്ക് കഴിയുമോ എന്നുള്ളതിൽ ഞങ്ങൾ ആശങ്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിൽ